നിങ്ങളുടെ ഫേവറേറ്റ് ഷോസ് ഇനി ഒരിക്കലും മിസ്സാവില്ല. ഇപ്പോൾ C5 കാണും നിങ്ങളുടെ ഫേവറേറ്റ് ഷോ തികച്ചും സൗജന്യമായി. ആഹാ, എല്ലാരും നേരത്തെ എത്തിയോ? ഇല്ല, കുറച്ചു നേരേ ആയുള്ളൂ. നിങ്ങളിന്ന് വരുന്ന ഒരു ചെറിയ സംശയം ഉണ്ടായിരുന്നു. ദാ ഇതെല്ലാം നിങ്ങൾക്ക് നാളെ വിവാഹത്തിനിടാനുള്ള ഡ്രസ്സുകളാ. മാഷ് മുതൽ ആവണി മോൾക്ക് വരെയുള്ള ഡ്രസ്സുകൾ ഇതിലുണ്ട്. ഇതിന്റെ ഒന്നും ആവശ്യമില്ലായിരുന്നു വന്തിയെ. അതൊന്നും പറ്റില്ല. എന്റെ അനിയത്തിയുടെ വിവാഹത്തിന് ആർക്കും ഒരു കുറവും വരരുത്. സന്ദീപിന്റെ അനഘയുടെയും വിവാഹം എപ്പോ നടത്താൻ തീരുമാനിച്ചാലും ഇവർക്കുള്ള മുഹൂർത്തം എത്രയും പെട്ടെന്നായിരിക്കും. പിന്നെ ഓടി നടന്ന് എല്ലാം ചെയ്യണം. പൊരുത്തമുള്ളത് തന്നെ ഒരു വലിയ കാര്യമല്ലേ? ഇവർക്ക് രണ്ടുപേർക്കും മറ്റു പ്രശ്നങ്ങളൊന്നും ഇല്ലാത്ത സ്ഥിതിക്ക് അത് വേഗം നടത്തി കൊടുക്കണം. അതാണ് അതിന്റെ ശരി. എന്നെ അത്ഭുതപ്പെടുത്തിയത് ഇവന്റെ സംസാരം. ഇവൻ എന്തോ ഒരു കാര്യം എന്നോട് പറയാനുണ്ടെന്ന് ഇടയ്ക്കിടയ്ക്ക് വന്ന് പറയും. അപ്പോഴൊക്കെ ഞാൻ ടെൻഷനാവും. ഇനി ഈ വിവാഹത്തിന് സമ്മതമല്ലാന്ന് മറ്റോ ആണോന്ന്. അതുമല്ലെങ്കിൽ വേറെ ആരെങ്കിലും മനസ്സിലുണ്ടോ എന്ന് പറയാനാണോന്ന്. അങ്ങനൊന്നും അല്ലെന്ന് അറിയാമെങ്കിലും വെറുതെ ഞാൻ അങ്ങനെയൊക്കെ ചിന്തിക്കും. പക്ഷേ ഇവൻ വന്ന് ഇത് എത്രയും പെട്ടെന്ന് നടത്തണമെന്ന് പറഞ്ഞപ്പോ ഞാൻ തന്നെ അത്ഭുതപ്പെട്ടുപോയി. ഇത് പറയാനാണോ ഇവൻ ഇത്രയും ടെൻഷൻ അടിച്ചതെന്ന് ഓർത്ത്. ഇതിവന്റെ സ്ഥിരം പരിപാടിയാ. മനുഷ്യനെ ടെൻഷൻ അടുപ്പിച്ച് പകുതി കൊന്നിട്ടേ ഇവനെല്ലാം സമ്മതിക്കൂ. അതെ അതെ, അത് കറക്റ്റാ. സന്ദീപിന്റെ ഒരു കാര്യം. അല്ല, ആതിര എവിടെ? കാണുന്നില്ലല്ലോ. അവൾ അച്ഛൻ്റെ അടുത്തേക്ക് പോയി. ആഹാ, മുകളിലാണോ? എന്നാ ഞാൻ പോയി അവരെ കണ്ടിട്ട് വരാം. ആ, ഈ കവറിങ് തന്നേക്ക്. ഞാൻ തന്നെ ആതിരയ്ക്ക് നേരിട്ട് കൊണ്ടുപോയി കൊടുക്കാം. നിങ്ങൾ സംസാരിച്ചിരിക്കെ, ഞാൻ പോയിട്ട് വരാം. പാവം ഒറ്റയ്ക്ക് കിടന്ന് ഓടുക എല്ലാത്തിനും. മോളെ, നീ ഇങ്ങനെ കരഞ്ഞ എത്രയെന്നും പറഞ്ഞു ഞാൻ നോക്കി നിൽക്കുന്ന. നീയായിട്ടല്ലേ എല്ലാം തടയുന്ന. ഇനി സന്ദീപിന് വേണ്ടി കരയില്ലെന്ന് തീരുമാനിച്ചതാ. പിന്നെ ഞാൻ എത്ര കരഞ്ഞാലും നിലവിളിച്ചാലും ഇന്നത്തോടെ എല്ലാം തീരുമല്ലോ. ഹലോ, ഞാൻ താഴേക്ക് നോക്കി. കാണാത്തപ്പം മനസ്സിലായി ഇവിടെ തന്നെ കാണുന്നു. ദാ, നാളെ ആതിരയ്ക്ക് ഉടുക്കേണ്ട സാരിയാ. വാങ്ങിച്ചോ?
സാരി ഉടുത്ത് നീ ഒരുങ്ങി നിൽക്കുമ്പോ കാണുന്നവരിൽ കുറച്ചു പേർക്കെങ്കിലും തോന്നണം സന്ദീപ് നിന്നെയാണോ കെട്ടാൻ പോകുന്നേന്ന്. ഈ സാരി ഉടുത്ത് നീ ഒരുങ്ങി നിൽക്കുമ്പോ കാണുന്നവരിൽ കുറച്ചു പേർക്കെങ്കിലും തോന്നണം സന്ദീപ് നിന്നെയാണോ കെട്ടാൻ പോകുന്നേന്ന്. നിങ്ങള് വൃന്ദാവനക്കാരുടെ മുഖം എന്താ ഇങ്ങനെ? എല്ലാവർക്കും വിഷമാവസ്ഥയാണല്ലോ. താഴെ ഞാൻ കണ്ടു 2-3 പേര് വിഷമിച്ച് നിൽക്കുന്നത്. സന്ദീപിനെ മരുമകനായി, അളിയനായി, അനിയനായി, ഭർത്താവായിട്ടൊക്കെ സ്വപ്നം കണ്ടിട്ട് നടക്കാത്തതിന്റെ നിരാശയാണോ? അതിലിപ്പോ നിരാശപ്പെടാൻ എന്തിരിക്കുന്നു? ആരെങ്കിലും പറഞ്ഞോ അങ്ങനത്തെ വലിയ വലിയ കാര്യങ്ങളൊക്കെ ഒരു പരിധിക്കപ്പുറം ആഗ്രഹിക്കാൻ? ആഗ്രഹങ്ങളാ അവസാനം ഈ കണ്ണു നിറയ്ക്കുന്നത്. കഴിഞ്ഞ തവണ സന്ദീപിന്റെ അനഘയുടെ വിവാഹം നിശ്ചയിച്ചപ്പോ ഇതല്ലായിരുന്നല്ലോ മുഖഭാവം. അർച്ചനയുടെ മുഖത്ത് തന്റെ ഇടം ഇങ്ങനെ പ്രകടമാവുന്നുണ്ടായിരുന്നു. വിവാഹം മുടക്കുന്നുള്ള വാശി. ഇത്തവണ അത് കാണുന്നില്ല. എന്തുപറ്റി? അതിരെ നീ താഴേക്ക് ചെല്ല. അതിന് നിന്നെ ഇന്നൊരു ദിവസം ഞാൻ പറയുന്നത് കേൾക്കണം. കാരണം തോൽവിയിൽ ഒളിച്ചോടുന്നത് അത്ര നല്ല രീതിയല്ല. ഇന്നുകൂടി കഴിഞ്ഞാൽ ചിലപ്പോ ഇത് പറയാൻ പറ്റിയെന്ന് വരില്ല. ആതിരെ ഇവിടെ നിൽക്കേ. അനിയത്തിക്ക് കാര്യം മനസ്സിലായില്ലെങ്കിലും ചേച്ചിക്ക് കാര്യം മനസ്സിലായി. പക്ഷേ ഞാൻ കരുതിയത് ആതിര ഇന്ന് ഇവിടേക്കും നാളെ വിവാഹത്തിനും വരില്ലെന്നാ. അല്ല, വന്നതുകൊണ്ട് ചോദിക്കാട്ടോ, ചേച്ചി മുമ്പത്തെ പോലെ ഇത് മുടക്കും വല്ല ഉറപ്പും തന്നിട്ടുണ്ടോ? തന്നാലും സാരമില്ല, എനിക്കറിയാത്. കാരണം ഇത് മുടക്കാനുള്ള ധൈര്യം ആൾബലമൊന്നും ചേച്ചിക്കിപ്പ ഇല്ല. ഇനിയെങ്കിലും അതിൽ ഒരു കാര്യം മനസ്സിലാക്കിക്കോ, ഒറ്റയ്ക്കൊന്നും ചെയ്യാൻ നിന്റെ ചേച്ചിക്ക് എത്ര മിടുക്ക് പോരാ. മുന്നിൽ അബ്ദുൾ ഖാദറും പിന്നിൽ സന്ധ്യയും വേണം ഏതിനും. എന്നാൽ എനിക്ക് മറ്റാരുടെ ആവശ്യമില്ല, ആരെയും ഞാൻ ആശ്രയിക്കാറുമില്ല. ഡൗൺലോഡ് ചെയ്യൂ C5 ആപ്പ്. കാണൂ എല്ലാ എപ്പിസോഡുകളും സൗജന്യമായി.